ഈ തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് വെച്ചൊരു അത്യാഡംബര വീടാണ്. ഈ വീടിന് മുമ്പിൽ 140ഓളം ആളുകളാണ് സത്യാഗ്രഹം ഇരിക്കുന്നത്. കഞ്ഞി വെച്ചവർ രാപ്പകൽ സമരം നടത്തുകയാണ്. കുടുംബപരം വിറ്റ്, വസ്തു വിറ്റ്, മകളുടെ കല്യാണം കഴിഞ്ഞ് മകൾക്ക് വേണ്ടി നിക്ഷേപിച്ചിട്ടുള്ള കാശാണ്. കടയിലിരിക്കുന്ന ആളുകളുടെ തൊപ്പിയും താടിയും കണ്ട ഞങ്ങൾ ആ വിശ്വാസത്തിലിട്ടത്. അതെല്ലാം പോയി. ഇപ്പം ഞങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. മുസ്ലിങ്ങൾക്ക് പോലും പൈസ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കിട്ടത്തുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. ഇപ്പം നമ്മൾ ഇത്രയും മാസം കൊണ്ട് കടകളിലും വീടുകളിലും കയറി ഇറങ്ങും. അവരുടെ വീടുകളിലും നമുക്ക് തരാമെന്ന് പറയുന്നതല്ല, യാതൊരു തീർപ്പും ഇല്ല. പ്രത്യേകിച്ച് ഖുറാന് വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അപകടകരമായിട്ടുള്ള നാട്ടുകാരെ കബളിപ്പിക്കുന്ന ഒരു മാർഗ്ഗം ഒരിക്കലും സ്വീകരിക്കത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പൈസ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. ലീഗലി പോയാലും എങ്ങനെ പോയാലും ഞങ്ങൾ ഒന്നിച്ച് തന്നെ എല്ലാവരും നീങ്ങത്തോളൂ. ഗ്രൂപ്പ് ഒന്നിച്ച് തന്നെ നിൽക്കും അവസാനം വരെ. ഞങ്ങളിതിന് പോരാടാൻ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. 99 നാമങ്ങൾ ഒരു കടയ്ക്ക് 5-6 പേരാണ് അവരിടുന്നത്. അങ്ങനെയാണ് എല്ലാം തട്ടിപ്പിച്ചത്. ഞങ്ങളുടെ ഒത്തിരി കടകളുണ്ടായിട്ട് ആ കടയെല്ലാം വിശ്വസിക്കാതെ ഈ കടയെ വിശ്വസിച്ച ഈ തൊപ്പിയും താടിയും മാത്രമാണ്. പെരുന്നാളിൻ്റെ ദിവസം അവർ ഇവിടെ ഒരു കൊച്ചു പോത്ത് വരെ ഉണ്ടായിരുന്നു. അതിനെ അഴിച്ചുകൊണ്ട് ഇവർ ആരും കാണാതെ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവരെ പറ്റി യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സത്യാഗ്രഹ പരിപാടി കഞ്ഞി വെച്ചുകൊണ്ട് ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങളിവിടെ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമസ്കാരം. അൽ മുക്താദിറിൻ്റെ ഗ്ലോബൽ മാനേജർ അബ്ദുൽ നാസർ അൽ ഹാദിയുടെ വീടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. കരുനാഗപ്പള്ളി പുത്തൻതെരുവിലാണ് ഈ വീട്. ഒരു വലിയ ആഡംബര വീടാണ്. വീട് വെച്ചിട്ട് 6 മാസം ആകുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് വെച്ചൊരു അത്യാഡംബര വീടാണ്. ഈ വീടിന് മുമ്പിൽ 140ഓളം ആളുകളാണ് സത്യാഗ്രഹം ഇരിക്കുന്നത്. കഞ്ഞി വെച്ചവർ രാപ്പകൽ സമരം നടത്തുകയാണ്. ഇവരുടെ പണം എന്ന് തിരികെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പും അവർക്ക് ലഭിച്ചിട്ടില്ല. പല ഉറപ്പുകളും അവർ നൽകിയെങ്കിലും അത് പാലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ എല്ലാവരും കഞ്ഞി വെച്ചുകൊണ്ട് രാപകലായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ സമരം ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ കഞ്ഞി അടുപ്പത്ത് ഇരിപ്പുണ്ട്. വലിയ പ്രതിഷേധത്തിലാണ്, വലിയ വിഷമത്തിൽ തന്നെയാണ് ഈ ആളുകൾ എല്ലാവരും തന്നെ ഉള്ളത്. പലരും വീട് വയ്ക്കാനുള്ള പണവും മക്കളെ കെട്ടിച്ചയക്കാനുള്ള പണവും അതുപോലെ ആശുപത്രി ചിലവിനുള്ള പണവുമൊക്കെ ആണ് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത്. പക്ഷേ അതെല്ലാം ഇപ്പോൾ അവർക്ക് നഷ്ടമാകുന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. 25 ലക്ഷം രൂപയാണ് ഞാൻ ഇട്ടത്. അപ്പം ഇട്ട സമയത്ത് നല്ല ഗ്യാരണ്ടിയോടുകൂടി വാങ്ങിച്ചതാണ്. ഈ ഗ്ലോബൽ മാനേജർ എന്ന് പറയുന്ന നാസർ ഹാദി ആണ് ഇതിൻ്റെ മെയിൻ. കാരണം ഞങ്ങൾക്കെല്ലാം സൈൻ ചെയ്ത് തന്നേക്കുന്ന അദ്ദേഹമാണ്. മൻസൂറിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. മൻസൂറിനെ പത്രത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്നും എപ്പോഴും നമ്മൾ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്ന നാസർ ഹാദി തന്നെയാണ്. പിന്നെ ഏജൻറ്റുകളുണ്ട് എങ്കിൽ തന്നെയും നാസർ ഹാദിയാണ് ഇതിൻ്റെ ഫുള്ള് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം. ഇത് ഞങ്ങൾ ഒന്നുകിൽ ഇത് കേസായാലും പോലീസ് സ്റ്റേഷൻ വഴി ആയാലും ഏത് വഴി നീങ്ങിയാലും ഞങ്ങൾ അദ്ദേഹത്തിനെ മകനെയും അറസ്റ്റ് ചെയ്ത് പിന്നെ റിമാൻഡിലാക്കുന്നിടം വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടരും. ഞങ്ങൾ ഈ വർഷത്തെ പെരുന്നാൾ വരെ ഇവിടാണ് കൊണ്ടത്. അദ്ദേഹം എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അദ്ദേഹം മുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇല്ല ആൾ. എന്ന് വെച്ചാൽ ഞങ്ങൾക്കിത് വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾക്കിനി വേറെ ഇവിടെ അല്ലാതെ വേറെ ചെല്ലുന്ന കയറാൻ വേറെ വഴിയില്ല. കട ഓപ്പൺ ആക്കുന്നതെന്ന് പറഞ്ഞു. സ്റ്റോക്കില്ലാതെ ഓപ്പൺ ആക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഇവിടെ കഞ്ഞി വെച്ച് ഇവിടെ കിടക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി കരുതിയിരുന്ന പൈസയായിരുന്നു. ഒരവസരത്തിൽ ഈ അബ്ദുൽ നാസർ ഹാദിയും മകനും കൂടി എന്നെ സമീപിച്ചു. അതുപോലെ ഞങ്ങളൊരു ബിസിനസ് സംരംഭത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികം ഇതിലിറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ലാഭവും കാര്യങ്ങളൊക്കെ തന്നിരിക്കാം. വന്നവരുടേതായ ആവേശവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം ഒരു സത്യസന്ധമായ നിലയിൽ പോകുന്നൊരു പ്രസ്ഥാനമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നേരിട്ട് എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ ഈ അബ്ദുൽ നാസർ ഹാദി ബാങ്കിൽ നിന്ന് കരുനാഗപ്പള്ളി SBI ബാങ്കിൽ നിന്ന് ഫോം എടുത്ത് മകനെ കൊണ്ട് പൂരിപ്പിച്ച് അക്കൗണ്ടിലേക്ക് വിട്ടതാണ്. കരുന്ന പൈസ 2 വർഷമായി നിക്ഷേപിച്ചിട്ട്. ആദ്യത്തെ 1 വർഷം അതിന് കൃത്യമായ നിലയിൽ ബെനിഫിറ്റെല്ലാം വന്നുകൊണ്ടിരുന്നു. പിന്നെ ദിവസങ്ങൾ ആ നിശ്ചിത സമയങ്ങളിൽ വരാതെ ആഴ്ചകൾ മാസങ്ങൾ താമസിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോഴേ ചില സംശയങ്ങളുണ്ടായി. ഇദ്ദേഹത്തോട് ചോദിക്കലുണ്ടായി. അപ്പം ഈ സ്ഥാപനങ്ങൾ കൂടുതലുണ്ടായതിൻ്റെ പേരിൽ ഇത് ജോലിക്കാർക്ക് ഇതിൻ്റെ പേപ്പറുകൾ കറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ നിലയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. അവസാനം 7 മാസമായി ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നില്ല.
പൈസ കിട്ടാറില്ല. ഈ അടുത്ത് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച് പറഞ്ഞു, എന്നൊരു മുട്ടുസൂചി പോലെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് ഈ അബ്ദുൽ നാസർ ഹാദി എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങളത് ആ വിഷമത്തിൽ ഞങ്ങൾക്ക് ഇത്തവണ പെരുന്നാളൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല, ഇവിടെയായിരുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ട കാശ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നമില്ല. നിങ്ങളെ കാശ് തിരിച്ച് കിട്ടുന്നത് വരെ നിങ്ങൾ ഈ സമരം തുറന്നുകൊണ്ടിരിക്കും. കുടുംബപരം വിറ്റ്, വസ്തു വിറ്റ്, മകളുടെ കല്യാണം കഴിഞ്ഞ് മകൾക്ക് വേണ്ടി നിക്ഷേപിച്ചിരുന്ന കാശായിരുന്നു, മകൾക്ക് വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പൈസ. പിന്നെ മകൻ ഗൾഫിൽ പോയി, അവൻ ഉണ്ടാക്കി കുറേ സമ്പത്ത്, അത് അവൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ നിക്ഷേപിച്ചു. മകൻ്റെയും എൻ്റെയും കൂടെ 2 എഗ്രിമെൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇസ്ലാം വിശ്വാസികൾക്ക് തന്നെ വളരെ വലിയൊരു നാണക്കേടായി. ഇവരുടേതായ പവിത്രമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ പേര്, അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം കളങ്കപ്പെടുത്തുന്ന നിലയിൽ സമൂഹത്തിന് മുമ്പിൽ ഈ ആളുകൾ വേഷം ധരിച്ച് ഇറങ്ങി വന്ന് ഞങ്ങളെ കബളിപ്പിക്കുക, പൂർണ്ണമായി ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിഹാരം ഞങ്ങൾക്കുണ്ടാക്കി തരണം. ഈ നാസർ ഹാദി മകനും കൂടി എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മൻസൂറിനെ ഞങ്ങൾക്കറിയത്തില്ല. അപ്പോൾ പറഞ്ഞു, എന്നെ അറിയാമല്ലോ ഉസ്താദെ, ധൈര്യമായിട്ട് ചെയ്തോ, എൻ്റെ ഉത്തരവാദിത്തത്തിൽ ചെയ്താൽ മതി, എൻ്റെ ഉത്തരവാദിത്തത്തിൽ. അപ്പോൾ അദ്ദേഹം ഞാൻ അറിയുന്ന ആളാണ്, എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ കാശ് നിക്ഷേപിച്ചത്. വീട് വിറ്റ പൈസ അത് ഇപ്പം അമ്മയ്ക്ക് വയ്യ, ക്യാൻസറാണ്, അതെല്ലാം കൊണ്ടും ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ പെരുന്നാളിൻ്റെ ഇവിടെ ആയിരുന്നു, കഞ്ഞി വെച്ചും അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത്. പെരുന്നാളിൻ്റെ തലേന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല, സർജറിക്കുമൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, വീട് ഇല്ല, വീട് ഇനി വാങ്ങിക്കണം, അതിനൊക്കെ ഒരു കൂട്ടിയ പൈസ ആയിരുന്നു. എത്രയാണ് കൊടുത്തത്? 10 ലക്ഷം രൂപ. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്ന് പറയുകയൊക്കെ ചെയ്തു, അമ്മയുടെ കാര്യമായാലും പറഞ്ഞു, പക്ഷെ ഒരു ഇതൊന്നുമില്ല. പണമായിട്ട് തരുമെന്നായിരുന്നു, സ്വർണ്ണമായിട്ട് തരുമെന്നാണോ പറഞ്ഞത്? ഞങ്ങൾക്ക് പണമായിട്ട് പണം കൊടുത്തിട്ട് സ്വർണത്തിൻ്റെ ആ രൂപത്തിലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്തേക്കുന്നു അവർ. നമ്മൾ പൈസ കൊടുത്തിട്ട് സ്വർണത്തിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്, എത്ര ഗ്രാം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് പൈസ തരുന്നെങ്കിൽ പൈസ, സ്വർണ്ണമെങ്കിൽ സ്വർണ്ണം. 1 വർഷം കഴിഞ്ഞാൽ പറഞ്ഞാൽ സ്വർണ്ണം തരത്തില്ലെന്ന് പറഞ്ഞു, പൈസ മാത്രമേ തരത്തോളം എന്നാണ് പറഞ്ഞിരുന്നത്. അത് ആദ്യത്തെ ബെനിഫിറ്റ് കുറയ്ക്കുകയും ചെയ്തു. സംശയമുണ്ട്. ഇപ്പം ഞാൻ ഏജൻറ്റിനോട് ചോദിച്ച്, ഞാൻ ഇടാവോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഈ 1 വർഷം പോയ കൂട്ട് തന്നെ നമുക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇട്ടത്. ഞങ്ങൾ കടയിലാണ് ആദ്യം കൊടുത്ത് അവിടെ ഒരു ഏജൻറ്റ് ഞങ്ങൾക്ക് എല്ലാം ഇട്ടത്, അക്കൗണ്ടൻസിയിലിരിക്കുന്ന ആളാണ് ഇട്ടത്. അയാളാണ് പിന്നെ രണ്ടാമത് പറഞ്ഞ് അയാളെ വിട്ട് ഞങ്ങളുടെ വീട്ടിൽ പുതുക്കുന്ന സമയമായപ്പോൾ ഡിസംബറിൽ, അത് ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാളെ പറഞ്ഞു വിടുന്നത്. അന്ന് നവംബർ തൊട്ട് പ്രശ്നങ്ങളാണ് കടകളിൽ. പക്ഷെ ഞങ്ങളുടെ ഇത് ഈ ഏജൻറ്റന്മാരോ ഒരു ഗ്ലോബൽ മാനേജറോ ഒന്നും അറിയിച്ചിട്ടില്ല പുറത്ത്. ഡിസംബർ മാസത്തിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് പുതുക്കുകയും ചെയ്ത് വാങ്ങിക്കുകയും ചെയ്ത് അവർ. അത്ര വലിയ ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത്. കടയിലിരിക്കുന്ന ആളുകളുടെ തൊപ്പിയും താടിയും കണ്ട് ഞങ്ങൾ ആ വിശ്വാസത്തിലാണ് ഇട്ടത്. അതെല്ലാം പോയി. ഇപ്പം ഞങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി, മുസ്ലിങ്ങൾക്ക് പോലും. അവസ്ഥയിലാണ് ഹിന്ദുക്കളെല്ലാം പറയുന്നത്. ഞങ്ങളുടെ പേര് പറഞ്ഞുള്ള ജ്വല്ലറികളാണ്. 99 നാമങ്ങൾ ഒരു കടയ്ക്ക് 5-6 പേര് അവരിടുന്നത്. അങ്ങനെയാണ് എല്ലാം തട്ടിപ്പിച്ചത്. ഇതൊക്കെ കണ്ട് ഇവര് തട്ടിപ്പ് നടത്തുമെന്ന് ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ ഒത്തിരി കടകളുണ്ടായിട്ട് ആ കടയെല്ലാം വിശ്വസിക്കാതെ ഈ കടയെ വിശ്വസിച്ച ഈ തൊപ്പിയും താടിയും മാത്രമാണ്. എൻ്റെ 16 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇട്ടത്. ഞാൻ നാസർ ഹാദിയുടെ മുഖേനയും ഏജൻറ്റ് മുഖേനയാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, മൻസൂറിനെ നമ്മളറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് പൈസ എത്രയും പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടണം. വീടിൻ്റെ ഫൗണ്ടേഷൻ കെട്ടി ഇട്ടേക്കുക. നമ്മൾ വാടകയ്ക്ക് താമസിക്കുക, മാസം 8000 രൂപ വെച്ച് വാടകയ്ക്ക് താമസിക്കുക. ക്യാമ്പെട്ട് നമ്മൾ വിഷമത്തിൽ നമുക്ക് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. പൈസയൊക്കെ പോയി ജോലി ചെയ്ത പൈസയും ചെലവിനയച്ച പൈസ എല്ലാം കൂടെ ഇങ്ങനെ ചുരുക്കി വെച്ച് ആ പൈസ ആയ 16 ലക്ഷം രൂപ പൈസ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കിട്ടത്തുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. ഇപ്പം നമ്മൾ ഇത്രയും മാസം കൊണ്ട് കടകളിലും വീടുകളിലും കയറി ഇറങ്ങും, അവരുടെ വീടുകളിലും. നമുക്ക് തരാമെന്ന് പറയുന്നതല്ല, യാതൊരു തീർപ്പും ഇല്ല, ഉറപ്പും കിട്ടുന്നില്ല. നമുക്ക് നമ്മളിങ്ങനെ പറ്റിക്കുക. ഇപ്പം നമുക്കത് പൈസ വേണം. നമ്മൾ ആകെപ്പാട് നമ്മൾ വിഷമത്തില്ല, നമുക്ക് ഊണുമില്ല, ഉറക്കവുമില്ല, ആഹാരവും വേണ്ട, നമുക്ക് ഒന്നുമില്ലാതെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുക. ഇങ്ങനെ കിടന്ന് ആകെപ്പാട് ക്ഷീണിതരാണ് ഞങ്ങൾ. എന്നിടം വരെ ഞങ്ങൾ ഇത് തുടരും ഇവിടെ. ഞാൻ പണം നിക്ഷേപിച്ചത് എൻ്റെ മകളുടെ കല്യാണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ 17 ലക്ഷം രൂപ, അതായത് 8 ലക്ഷം രൂപയോളം വന്നിട്ടത് ഗോൾഡുമായിരുന്നു. അതല്ലാതെ ബാക്കി നിക്ഷേപം ബാങ്ക് വഴി ചെയ്യുകയുണ്ടായി. ഇവർ പണിക്കിഴിവ് ഉണ്ടാക്കിയിട്ടായിരിക്കും ആ പൈസ തരുന്നതെന്നുള്ള ആ ഒരു
ലക്ഷ്യത്തെ ഉദ്ദേശിച്ചാണ് ഞാൻ പൈസ ഡിപ്പോസിറ്റ് ചെയ്തത്. അത് മാത്രമല്ല, ഇവർ മതപരമായിട്ടുള്ള ചില സിമ്പിൾസൊക്കെ കടയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിലേക്ക് വന്ന് ചേരുകയായിരുന്നു. പ്രത്യേകിച്ച് ഖുറാന വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അപകടകരമായിട്ടുള്ള നാട്ടുകാരെ കബളിപ്പിക്കുന്ന ഒരു മാർഗ്ഗം ഒരിക്കലും സ്വീകരിക്കത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പൈസ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ പൈസ മേടിച്ചത് ഈ പറയുന്ന നാസർ ഹാദി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അബ്ദുൽ ബാസിത്താണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളിവിടെ വന്ന് സത്യാഗ്രഹം ഇരിക്കുകയാണ് ഏകദേശം ഒരാഴ്ചയായിട്ട്. പക്ഷേ ഈ പറയുന്ന അബ്ദുൽ ഹാദി ഈ പറയുന്ന നാസർ ഹാദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനോ ഇവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒളിച്ചോടിയതായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ വന്ന ദിവസങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ അവരിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ അതായത് പെരുന്നാളിൻ്റെ ദിവസം ഇവിടെ ഒരു കൊച്ചു പോത്ത് വരെ ഉണ്ടായിരുന്നു. അതിനെ അഴിച്ചുകൊണ്ട് ഇവർ ആരും കാണാതെ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവരെ പറ്റി യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സത്യാഗ്രഹ പരിപാടി കഞ്ഞി വെച്ചുകൊണ്ട് ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങളിവിടെ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് ഇന്ന് 5-ാം ദിവസമാണ്. 10 ലക്ഷം രൂപയാണ് അനീറ്റയുടെ വിവാഹം കഴിഞ്ഞ് ആ സ്വർണ്ണം കൊണ്ട് കൊടുത്തത്. ഇവർ ഭയങ്കര ബെനിഫിറ്റൊക്കെ തരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ജൂണിൽ കിട്ടേണ്ടതായിരുന്നു. ഏജൻറ്റ് വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും കൂട്ടായിട്ടാവുമ്പം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതിയാണ് ഇവിടെ ഇരിക്കുന്നത്. പോലീസ് കേസെടുക്കുക പോലെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പരാതി കൊടുക്കുക പോലെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. വേറെ കൊടുത്തവരൊക്കെ ഒരുപാടുണ്ട്. ഞാനിതുവരെ പരാതി കൊടുത്തിട്ടില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ഞങ്ങൾ ഒന്നിച്ച് ലീഗലി പോയാലും എങ്ങനെ പോയാലും ഞങ്ങൾ ഒന്നിച്ച് തന്നെ എല്ലാവരും നീങ്ങത്തോളൂ. ഗ്രൂപ്പ് ഒന്നിച്ച് തന്നെ നിൽക്കും അവസാനം വരെ. ഞങ്ങളിതിന് പോരാടാൻ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഞങ്ങളിവിടെ എത്ര ദിവസം കൊണ്ട് ഇവിടെ 6-ാമത്തെ ദിവസമാണ് ഞങ്ങളിപ്പം. വീടും കൂടും കുഞ്ഞുങ്ങളെയൊക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഇദ്ദേഹം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങളെ വിടുക എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഞാൻ അവരുടെ ഈ എഗ്രിമെൻറ്റിൽ ഒരു നിയമം അവർ പറയുന്നുണ്ട്. നമുക്കെപ്പോൾ പിൻവലിക്കേണ്ട ആവശ്യം വന്നാലും നമുക്കത് പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ പറയുന്നത് അനുസരിച്ചാണ് നമ്മളത് എൻ്റെ വീട് വാങ്ങുന്ന കുറച്ച് പൈസയായിരുന്നു അവിടെ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം അക്കൗണ്ട് ഫ്രീസും അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ചെന്നത് പിൻവലിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഈ അക്കൗണ്ട് ഫ്രീസ് ആയത് കാരണം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഫ്രീസിങ് മാറും, അപ്പോഴത്തേക്കും നിങ്ങളുടെ ക്യാഷ് കറക്റ്റ് തരാം എന്ന് 100% ഒരുപാട് ആൾക്കാരെ അവിടെ സാക്ഷി നിർത്തിക്കൊണ്ട് പുള്ളി നാസർ ഹാദി ഞാനും എൻ്റെ കുടുംബവും കൂടെ ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ അങ്ങനെ തരാമെന്ന് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളതൊന്ന് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പിന്നെ ഒരു പേപ്പറിൽ കടയുടെ സീലും അദ്ദേഹത്തിൻ്റെ സൈനും ഒക്കെ വെച്ചിട്ട് പുള്ളി എഴുതി തന്നു. 2 മാസത്തിൽ ഒരു ദിവസം പോലും കഴിയത്തില്ല, തീർത്തും ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പിരിഞ്ഞു പോരുന്നതായിരുന്നു. ഇപ്പോൾ 6-7 മാസമായി ഇതുവരെയും ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം ഇതുവരെയും എന്നാലും പുള്ളിയോട് എനിക്കൊരു നല്ലൊരു രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചതും അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും. പക്ഷെ ഇപ്പം അടുപ്പിച്ച് ദിവസങ്ങളായിട്ട് പുള്ളി വിളിക്കും, പുള്ളി എടുക്കുന്നില്ല. വിഷയങ്ങൾ ഗുരുതരമായി. പിന്നെ അദ്ദേഹം പല കാര്യങ്ങളും അറിയാൻ കഴിയുന്നു. അദ്ദേഹം വലിയ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൂട്ടായ്മ വരുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലാത്തവരെ ഇങ്ങനെ കുറച്ച് നാൾ ഇവിടെ വന്ന് ഇങ്ങനെ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കി അങ്ങ് പൊയ്ക്കോളും എന്ന ഒരു ചിന്താഗതി ആണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെ അറിയാൻ കഴിഞ്ഞു പുള്ളി എന്ത് ചെയ്യുന്നു, ഈ സമരത്തിലൊക്കെ നിൽക്കുന്ന മെയിനായിട്ടുള്ള ആൾക്കാരെ കയ്യിലെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, ബാക്കിയുള്ളവർ ഇങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്കൊക്കെ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുള്ളി അത് ഭയങ്കരമായ രീതിയിൽ നാറും. ഇപ്പോൾ ഈ പ്രദേശത്ത് മാത്രമേ നാറിയിട്ടുള്ളൂ, മൊത്തത്തിൽ നാറും. അതിന് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഓരോ ടൗണുകളിലും വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പുള്ളിയുടെ കള്ളത്തരം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ചിന്താഗതി പുള്ളി വല്ലതും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തരം മാത്രമാണ് എന്നുകൂടി ഞാനിപ്പോൾ ഇതിൽ പറയുക. അബ്ദുൽ നാസർ അൽഹാദിക്ക് നേരത്തെ ഈ കശുവണ്ടിയുടെയൊക്കെ കച്ചവടമായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ പറഞ്ഞിരുന്നത്. ഈ കാണുന്ന ആഡംബര വീട് വെച്ചത് ഈ ഒരു ജ്വല്ലറിയുടെ ഗ്ലോബൽ മാനേജർ ആയതിനു ശേഷമാണ്. അതായത് ഈ പാവപ്പെട്ട വിശ്വാസികളുടെയൊക്കെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെടുത്ത് അതിൻ്റെ പകുതി ഇയാളുടെ പോക്കറ്റിലാക്കി ഈ കാണുന്ന ആഡംബര വീട് വെക്കുകയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ വീടാണ്, മുകളിൽ ഫുള്ള് സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ പരിസരമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ രീതിയിൽ പാവങ്ങളുടെ പണമൊക്കെ
വാങ്ങിയെടുത്തതിന് ശേഷം നിർമ്മിച്ചൊരു വീടാണ് എന്നാണ് പറയുന്നത്. ഇത്രയും ചെറിയൊരു കച്ചവടക്കാരനായിരുന്ന ആൾ ഇത്ര വേഗം ഒരു പണക്കാരനായത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഈ വീടിൻ്റെ ഐശ്വര്യം അൽ മുക്താദിർ മുതലാളിയും ആ ജ്വല്ലറിയും ആണെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ 20 വർഷം ഗൾഫിലായിരുന്നു. അവിടെ കിടന്ന് കഷ്ടപ്പെടുണ്ടാക്കിയ പൈസയാണ് ഈ നാസറാദിൻ്റെ കെയർ ഓഫിൽ ഇവിടെ കൊണ്ടിട്ടത്. അദ്ദേഹം അന്ന് പറഞ്ഞ് 3 മാസം കൂടുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും, പിന്നെ അത് കഴിഞ്ഞ് 9 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് റീഫണ്ട് ചെയ്യാം, പിന്നെ 1 ഇയർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അതെല്ലാം ആദ്യം 1 വർഷം എല്ലാം ശരിയായിരുന്നു. പക്ഷേ ഞാൻ 1 വർഷം കഴിഞ്ഞ് ഞാൻ എഗ്രിമെൻറ്റ് പുതുക്കി. അതിനുശേഷം എനിക്ക് ഒരു പ്രാവശ്യമേ എനിക്ക് അവർ ഈ പ്രോഫിറ്റ് തന്നിട്ടുള്ളൂ. അതിനുശേഷം എനിക്കൊരു 7-8 മാസം പ്രോഫിറ്റും ഇല്ല, ഒന്നുമില്ല. ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ചോദിച്ചാൽ പറയുന്നത് കട തുറക്കട്ടെ, ഒരുപാട് അവധികൾ പറയും. നാസറാദി 1-ാം തീയതി തുറക്കും, റമദാൻ തുറക്കും, 30-ാം തീയതി തുറക്കും, ഇപ്പം എന്താ പറയുന്നത് 10-ാം തീയതി തുറക്കും. ഈ വാക്കാൽ പറയുന്നതല്ലാതെ ഒരു രേഖയും തരുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എപ്പോൾ വേണമെന്ന് തുറന്നോ, ഞങ്ങൾക്കൊന്ന് എഴുതിത്താം, ഒരു പേപ്പറിനകത്ത് എഴുതിത്താം. അപ്പോൾ അതിന് കക്ഷി തയ്യാറല്ല. ഇത് എൻ്റെ വാക്കാണ്, ഞാൻ ഇതുവരെ നിങ്ങളോട് അവധിയൊന്നും പറഞ്ഞില്ല, ഇത് എൻ്റെ വാക്കാണ്, അത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം പലതവണ ഇത് തെറ്റിച്ചതാണ്. ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു കേസായിട്ടുണ്ടായിരുന്നു, അതുപോലെ ലംഘിച്ച ടീമുകളാണ് ഈ നാസർ ഹാദി. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ വിശ്വസിക്കും? സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ നേതൃത്വത്തിൽ പോലും ലംഘിച്ച കേസാണത്. അപ്പോൾ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടത്തില്ലയോ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെല്ലാം ഇടപെട്ട് എനിക്ക് ലാഭവിഹിതം വേണ്ട, ഞാൻ നിക്ഷേപിച്ച തുക എനിക്ക് തന്നാൽ മതി. വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പം ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഈ തൊപ്പിയും താടിയും നിലപാവും എല്ലാം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഹക്കും പാത്തിലും കാണുമല്ലോ, നേരെ മാർഗത്തിൽ അവർ തരുന്നതായിരിക്കും. നമ്മളതിനകത്ത് അമിതമായിട്ട് വിശ്വസിച്ച് പോയി. പക്ഷേ ചതി പറ്റിപ്പോയി. വിശ്വാസത്തെ അവർ മുതലെടുത്തു. തീർച്ചയായിട്ടും അതാണ് എൻ്റെ സത്യം. നമുക്ക് നമ്മുടെ സമുദായത്തിനൂടെ ഒരു മോശം ഏർപ്പാടായി പോയത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെല്ലാം ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം കണ്ടാൽ നന്നായിരിക്കും. എൻ്റെ കല്യാണത്തിന് വേണ്ടി അഡ്വാൻസ് ബുക്കിംഗ് കൊടുത്തതായിരുന്നു. അന്ന് 51 സ്വർണ്ണവില 51 സംതിങ് ആയ സമയത്തായിരുന്നു കൊടുത്തത്. അപ്പോൾ ഈ മാർച്ച് 2-നായിരുന്നു ഞങ്ങളുടെ ഇത് എഗ്രിമെൻറ്റ് തീരുന്നത്. അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞത് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് വന്നോളൂ, ഗോൾഡ് എല്ലാം ഡിസൈനൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു, ഫസ്റ്റ് ആവുമ്പോൾ വരാനെന്ന്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പോൾ പറഞ്ഞു ലാസ്റ്റ് വരാനെന്ന്. ലാസ്റ്റ് വന്നപ്പോൾ ഫോണിലാണ് ഡിസൈൻസ് ഒക്കെ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഫോണിൽ കാണിച്ചാൽ എങ്ങനെ, എൻ്റെ കല്യാണത്തിന് എനിക്ക് യൂസ് ചെയ്യാനുള്ളതല്ലേ, ഫോണിൽ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ ശരിയാക്കാം. പിന്നെ ഓരോ അവധികളാണ് പറയുന്നത്. ഏപ്രിലായിരുന്നു കല്യാണം, ഏപ്രിൽ കല്യാണത്തിന് മുമ്പ് എന്തായാലും റെഡിയാകും, പിന്നെ മെയ് 1 റെഡിയാകും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ഒഴിവുകൾ പറഞ്ഞു ഇരിക്കുക. ഇപ്പം ഇതുവരെ ആയിട്ടൊന്നും അറിയുന്നില്ല. എനിക്ക് 190 ഗ്രാം സ്വർണ്ണമാണ് തരേണ്ടത്. അതായത് ഈ ഏപ്രിൽ മാസം എനിക്ക് കിട്ടേണ്ടതാണ്. അത് ഏപ്രിൽ മാസം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് ഇത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. കാരണം സ്വർണത്തിന് ക്രമേണ വില കൂടുമല്ലേ. അന്നേരം ഈ 190 ഗ്രാം ഞാൻ കൊടുത്ത അവസരത്തിൽ എനിക്ക് ആ 190 ഗ്രാം ഇപ്പോൾ എനിക്ക് കിട്ടുവാണെങ്കിൽ നല്ല വില എനിക്ക് കിട്ടും. അന്ന് 42,000 രൂപയേ ഉണ്ടായിരുന്നു. ഇന്ന് 71 ചില്ലറയുണ്ട്, 71,000 ചില്ലറ രൂപ ഉണ്ട്. അന്നേരം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു നേട്ടം തന്നെ ആയിരിക്കും. പക്ഷേ ഇതിപ്പം നേട്ടമല്ല, നമുക്ക് കോട്ടമായിട്ട് മാറിയത്. തട്ടിപ്പാകുമെന്നുള്ള പ്രതീക്ഷയിലല്ല നമ്മൾ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് തട്ടിപ്പായിട്ട് തന്നെ തോന്നുന്നത്. ഞാൻ എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി സ്വർണം വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസയാണ്. അതിൽ ഒരു 25 പവൻ എനിക്ക് ഡിസംബറിൽ കിട്ടിയിരുന്നു. ബാക്കി ഒരു 158 ഗ്രാം ബാക്കി കിട്ടാനുണ്ട്. അതിനാണ് ഇപ്പം ഇവർ ഡിസംബർ തൊട്ടിങ്ങോട്ട് നമുക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും തരുന്നില്ല. അതാണ് എൻ്റെ കാര്യം. ഡിസംബറിന് ശേഷം ഇങ്ങോട്ട് അടഞ്ഞിടയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് തുറക്കുന്ന ആളോ കഴിഞ്ഞ 1-ാം തീയതി തുറക്കുമെന്ന് പറഞ്ഞതാണ്, ഇതുവരെ തുറന്നിട്ടില്ല. മറ്റ് ബ്രാഞ്ചുകളൊക്കെ തുറന്നെന്ന് പറയുന്നു, പക്ഷേ കരുനാഗപ്പള്ളി ഇതുവരെ തുറന്നിട്ടില്ല. പല ആൾക്കാരും പല ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. എൻ്റെ പക്കല്ല, ഏജൻറ്റ് വഴിയാണ്, നമ്മൾ അക്കൗണ്ട് വഴിയാണ് കൊടുത്തിരിക്കുന്ന പൈസ. വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഈ വന്നിരുന്ന ആൾക്കാരെല്ലാം വലിയ ബുദ്ധിമുട്ടില്ല. ക്യാൻസർ രോഗികളുണ്ട്, ഈ പൈസ കിട്ടിയിട്ട് മരുന്ന് വാങ്ങിക്കേണ്ട ആൾക്കാരുണ്ട്, അങ്ങനെ പല ആൾക്കാരും ഇവിടെ ഉണ്ട്. ഞാൻ സുഖമില്ല, ഒരു പ്രവാസിയാണ്. 36 വർഷം വെളിരാജ്യത്ത് ജീവിച്ച. അപ്പോൾ ഒന്നും പൈസയൊന്നും ഇല്ലായിരുന്നു. 10 സെൻറ്റ് വസ്തു കിടപ്പുണ്ടായിരുന്നു, അത് വിറ്റ് പൈസ ആയത്. ഇത് മോക്ക് കൊടുക്കേണ്ട പൈസയായത്. അപ്പം അത് വിറ്റിട്ട് അപ്പോൾ മോള് പറഞ്ഞൊരു കാര്യം ചെയ്യും, മരുന്നൊക്കെ മേടിക്കാമല്ലോ അഭിഷേക്ക്.
ആ രീതിയിലാണ് 20 ലക്ഷം രൂപ കൊണ്ടുവന്ന് അത് പിന്നെ 2 ആഴ്ച എൻ്റെ വീട്ടിൽ അസ്ലാം എന്നും പറഞ്ഞൊരു പയ്യൻ അവിടുത്തെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന കയറി ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാൻ അൽ മുക്താറിൽ വന്ന് 20 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ബെനിഫിറ്റ് തരുമെന്നാണ് പറഞ്ഞത്? പിന്നെ ലാഭവിഹിതം അത് ഇത്ര തുകയൊന്നും വരത്തില്ല. അപ്പോൾ 3 മാസത്തെ പൈസ എനിക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പൈസ തരാൻ ബുദ്ധിമുട്ടായപ്പം കിട്ടിയില്ല. അപ്പം ഞാൻ ആ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്തു, എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. എഴുതി കൊടുത്ത് ഇതുവരെയും പൈസ തിരിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടില്ല. കാരണം നമ്മളെന്തെങ്കിലും ഈ ജോലി ചെയ്യാനാവാതുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനൊരു ഹാർട്ട് പേഷ്യൻറ്റ് കൂടാ, അത് സുഖമില്ലാതെ ആയിരുന്നു ഞാൻ വന്നത്. അപ്പോൾ പിന്നെ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ വേറെ ഉണ്ടായിരുന്നേ. ഇതിൻ്റെ ബെനിഫിറ്റ് മേടിച്ച് മരുന്ന് വാങ്ങാം, വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേറെ വരുമാനമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് 20 ലക്ഷം രൂപ വസ്തു വിറ്റ പൈസയാണ്. അത് എൻ്റെ മകളുടെ വകയാണ്. ഞാൻ ഡിസംബറിൽ അവർക്ക് ക്യാഷ് കൊടുത്തിട്ടുള്ളത്. അത് നാസർ ഹാദിയുടെ കയ്യിൽ തന്നെ ഇരിക്കുക. അത് മൻസൂറിലോട്ട് പോയിട്ടില്ല. എഗ്രിമെൻ്റ് ഒന്നും ഇതുവരെ നമുക്ക് സൈൻ ചെയ്ത് തന്നിട്ടില്ല. ആ തൽക്കാലത്തേക്ക് 5 കൊടുത്തത്. എന്നിട്ട് വേറെ ബാലൻസ് കൂടെ മേടിച്ചുകൊണ്ട് വരാനെന്നും പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത 2 മാസത്തിനകം തരാമെന്നുള്ള ഇതിലാണ് കൊടുത്തത്. ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത് അത് ഒന്നും ആയിട്ടില്ല, മൻസൂറില്ല, അങ്ങനെയുള്ള പല രീതിയിലാണ്. അവർ മിക്കവാറും ഏജൻറ്റുകാരൊന്നും ഫോൺ എടുക്കാറില്ല. വളരെ വിശ്വാസത്തിലാണ് നിങ്ങൾ ഈ പൈസ കൊടുത്തത്? 4-5 വർഷമായിട്ട് പലർക്കും ഇത് നല്ല രീതിയിൽ ഒരു ഇതിൻ്റെ പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹലാലാണ് എന്നുള്ള രീതിയിൽ മാത്രമാണ് കൊടുത്തത്. അത് ഇൻട്രസ്റ്റ് അല്ല, ആ രീതിയിലാണ് കൊടുത്തത്. പക്ഷേ പറ്റിക്കപ്പെട്ടോ എന്നുള്ളൊരു സംശയത്തിൽ. വിശ്വാസത്തിൻ്റെ പേരിൽ മുതലെടുപ്പായിരുന്നു. തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ ഒരു മുതലെടുപ്പ് നടത്തിയിരിക്കുന്നത്. വിശ്വാസികളെല്ലാവരും തന്നെ അവരുടെ ആ ഒരു മതചിഹ്നങ്ങളൊക്കെ കണ്ട് വിശ്വസിച്ച് പോയി. ഒരിക്കലും ഒരു നല്ലൊരു ഇസ്ലാം വിശ്വാസി തട്ടിപ്പ് നടത്തത്തില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതത്തിൽപ്പെട്ട എല്ലാവരും തന്നെ ഇവരുടെ വാക്കുകളിൽ വീണുപോയത്. ഉറപ്പായിട്ടും ആ പണം അവർക്ക് കിട്ടുമെന്നൊക്കെ വിശ്വസിച്ചാണ്. പക്ഷേ പിന്നീടാണ് അവർക്ക് മനസ്സിലായത് വലിയ ചതിയാണ് എന്ന്. പണം തിരികെ ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ ഗ്ലോബൽ മാനേജറുടെ വീട്ടിൽ പുത്തൻതെരുവിലെ കരുനാഗപ്പള്ളി പുത്തൻതെരുവിലെ ഈ വീട്ടിൽ അവർ സത്യാഗ്രഹം ഇരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ഈ ഗ്ലോബൽ മാനേജരും കുടുംബവും ഇവരുടെ കണ്ണ് വെട്ടിച്ച് പുറകുവശത്തൂടെ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എത്രയും വേഗം തന്നെ ഇവരുടെ പണം ലഭ്യമാകാനുള്ള നടപടികൾ ഇതിൻ്റെ ഉടമ മൻസൂർ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ഇവർക്ക് അടുത്ത നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നും ടി എ അഭിഷേകത്തിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.